السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل مصحبة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ മനുഷ്യരുടെ നന്മകളും തിന്മകളും തൂക്കിയെങ്കത്തെ ആ തക്കടി അത് കല്ലിൽ പിന്നത്തെ സംഭവങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യന്മാർക്ക് ന്യായ കൊടുക്കലെങ്കത്തെ ഒരു വിഷയമായിരിക്കും. മനുഷ്യന്മാർക്ക് ന്യായ കൊടുക്കൽ എന്തിൻ്റെ വിഷയത്തിലുള്ള ന്യായമായിരിക്കല്? അള്ളാഹു മനുഷ്യന്മാരായിട്ടുള്ള ആ വിഷയത്തിലുള്ള തീരുമാനങ്ങൾ മീസാനിലൂടെ അയക്ക് മീസാൻ ആവലോട് കൂടെ ഒരു മനുഷ്യർ നല്ലതും ബെടക്കും ചൊല്ല ആ ഒരു തൂക്കളും അതിലെ കണക്കെല്ലാകിട്ടേ അതിൽ പിന്നെ ഡയറക്റ്റ് സ്വർഗത്ത് കടത്തുകാവില്ല മനുഷ്യർ. ഇനി മനുഷ്യന്മാരായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളും പരിശുദ്ധ ഇസ്ലാം ദീൻ ഹറാമാക്കിയ 3 കാര്യങ്ങൾ ഏതത്? ഒന്നോ ഒരു മുഅ്മിനായ മനുഷ്യർക്ക് ദമു ചോര ഹറാമായിട്ടിക്കട്. ചോര ഹറാം ചെന്നെങ്കിൽ അടിക്കടെ, കൈക്കാൽ പോലാക്കടെ, കൊല്ലുടെ. അതിൽ പിന്നത്തെ രണ്ടാമത്തെ ഹറാമായിട്ടിക്കട് മാൽ സ്വത്ത്. ഇന്നൊരു മനുഷ്യരെ സ്വത്ത് അക്രമമായിട്ടെടുക്കടെ, ബഡ്ഡിയായിട്ടെടുക്കടെ, കച്ചവടത്തെ വഞ്ചനായിട്ടെടുക്കടെ. ഈ നിലക്കുള്ള സ്വത്തായി ബന്ധപ്പെട്ട ഹറാം. മൂന്നാമത്തത് ഗൈറുല്ലാഹു. ഇതിനൊരു മനുഷ്യരെ മര്യാദയ്ക്ക് അപമാനക്കടെ, ദൂരെ പറയിടെ, തമാശാക്കടെ, ഗീബത്ത്, നമീമത്ത്, ഫസാദ്, ഫിത്നകളാക്കടെ. ഇങ്ങനത്തെ വിഷയങ്ങൾ. ഇത് 3ഉം ഒരു മുഅ്മിനായ മനുഷ്യ ഇന്നൊരു മുഅ്മിനായ മനുഷ്യനാക്കുക ശക്തമായ ഹറാമായ വിഷയങ്ങളാണ്. ഇങ്ങനത്തെ വിഷയങ്ങൾ മനുഷ്യർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അള്ളാഹു തആല തീർക്കലുണ്ടായിരിക്കണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ മനുഷ്യ നീನು മരിക്കടെ മുന്നല്ലോ ദുനിയാവിൽ നീನು ജീവിക്കുന്ന ടൈമിലോ ഖാലിസായ തൗബ കൊണ്ട് കറക്റ്റായ തൗബ നീനാക്കണം. എന്നിട്ട് നിന്റെ ആ തൗബത്തെ ഭാഗമായിട്ട് ആക്കണായ തൗബത്തെ ശക്തിയിൽപ്പെട്ട വിഷയമായിരിക്കട്ടെ. അള്ളാഹുടെ ഫർള് നിസ്കാരങ്ങളുടെ വിഷയത്തിലും നോമ്പുകളുടെ വിഷയത്തിലും ഹജ്ജ് സക്കാത്ത് പോലത്തെ ഫർളായ വിഷയത്തിൽ എന്തെങ്കിലും വ്യാരകോടി വന്നു പോയിരുന്നെങ്കിൽ അതിൽ നീന് പരിഹരിക്കണം. കള്ളാവിയിട്ട എന്തെങ്കിലും അതിൽ നിന്ന് പുറത്തു പറഞ്ഞു നീ ഒന്നു. രണ്ടാമതായിട്ടാക്കണത് മനുഷ്യന്മാരെ ഇതുപോലത്തെ അക്രമങ്ങൾ, ഈ 3 നിലക്ക് നാശം നീക്കത്തെ അക്രമങ്ങൾ മനുഷ്യന്മാരായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിൽ പുറത്ത് പറഞ്ഞു ഹബ്ബതം ബഅദ ഹബ്ബ. ഒരു ധാന്യത്തിൽ പിന്നെ ഒരു ധാന്യത്തിൽ പിന്നെ ഒരു ധാന്യം. അതിനടുത്ത ഓരോരോ മനുഷ്യന്മാരുടെ ഹക്കിൽ നിന്ന് നീ പുറത്ത് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ വയസ്തഹില്ലു മിൻ കുല്ലി മൻ തഅറദ ലഹു ബിലിസാനിഹി വയദിഹി ചൊന്നിട്ടു ബഹുമാനപ്പെട്ട മഹാൻ ചൊല്ലു. ഇന്നൊരു മനുഷ്യക്ക് ഞങ്ങ അടിച്ചിട്ടിന്ന ഉപ്പതിരാക്കിട്ടിന്ന, അതേപോലെ ഇന്നൊരു മനുഷ്യരെ ഞങ്ങ എന്താക്കിട്ടിന്ന നാവ് കൊണ്ടോ ഉപ്പതിരാക്കിട്ടിന്ന. നാ ചെന്ന പോലെ ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദുകൾ. അതേപോലെ സ്വത്ത് കൊണ്ടിട്ടിന്ന മനുഷ്യരെ ഞങ്ങ എന്തെങ്കിലും ഒരു ഉപ്പത്തിരിന്ന് 3 ആക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടില്ല ഇതിൽ എങ്ങനെങ്കിലും ആക്കിയിട്ട് അതിൽ നിന്ന് പുറത്ത് പറഞ്ഞോ, അതുകൊണ്ട് മാഫ് കേൾക്കണോ, അതുകൊണ്ട് മനസ്സ് നല്ലാക്കണോ. ഇത് ഈ നിലക്ക് മറിച്ചെങ്കിൽ നിൽക്കുക. ഇതുപോലത്തെ മീസാനും അതിൽ പിന്നത്തെ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടുക. അല്ലെങ്കിൽ നിന്റെ വിഷയ വല്ലാത്ത ഡേഞ്ചറായിരിക്കട്. കാരണം നീന് ആഖിറത്തെ ഓരോരോ ഘട്ട കഴിഞ്ഞാൽ പിന്നത്തെ ഈ ഒരു സ്ഥിതിക്ക് അള്ളാഹു ന്യായം കൊടുക്കണമെങ്കിൽ ഈ ഒരു സ്ഥിതിക്ക് നീ എത്തുമ്പോൾ നിന്റെ എതിർ ആൾമാർ, നിന്റെ പ്രതിവാദികൾ നിന്റെ വിഷയത്തിൽ നിക്കെതിരായിട്ട് വാദിക്കണമെങ്കിൽ ഒരു കൂട്ടം ആൾമാർ അവിടെ വന്നിട്ടിക്കുമാറ്. എന്നിട്ട് നിന്റെ കൈ പിടിച്ചിട്ട് നിന്റെ തല പിടിച്ചിട്ട്
നിന്റെ കൈകാല് പിടിച്ചിട്ട് നിന്റെ കഴുത്ത് പിടിച്ചിട്ട് അള്ളാഹുറൊട്ടിക്ക് ചൊല്ലുവാറ് ലലം തനി, അള്ളാഹുടെ മുന്നിൽ വെച്ച് ചൊല്ലുവാറ് നീ നന്റെ അക്രമിച്ചിര, നീ നന്റെ തമാശാക്കിര, നീ നന്റെ ശതം തനി നന്റെ നീന് ബെടക്ക് പറഞ്ഞിര, ഇസ്തഹ്സഅ്തു നന്റെ നീന് തമാശാക്കിര മനുഷ്യന്മാരാവുന്നല്ലോ, നന്റെ നീന് ദക്കർതനി ഫിൽ ഗൈബതി ബിമാ യസൂഇനി, വേറാൾമാരുടെ നീന് ദൂരി നടന്നര, എനക്കിഷ്ടല്ലാത്ത വിഷയങ്ങൾ ചെന്ന് നടന്നര. അതേപോലെ നന്റെ നീന് എന്താക്കിര, നന്റെ സ്വത്ത് നീന് തിன்ற, നീന് കട്ടിട്ട് തിன்ற, അല്ലെങ്കിൽ നീന് നന്റെ ഇടപാടാക്കുമ്പോൾ വഞ്ചനത്തെ ഇടപാടാക്കിര, അല്ലെങ്കിൽ വിൽക്കുമ്പോൾ കളവ് ചെന്ന് നീന് വിത്തര, നിന്റെ നിന്റെ എന്തിന്റെ മാൽ നീ തൻ്റെ സ്വത്തിലുള്ളെങ്കിലത്തെ കൊരത്തകൾ നീ മറച്ചു വെച്ചിര. ഈ നിലക്ക് ചമ്മ നീ ഇങ്ങനെ ആക്കിര, ഇങ്ങനത്തെ തപ്പുണക്ക് ഉപ്പതിര നീ ദുനിയാവിലാക്കിര ചെന്നിട്ടോ ആ ടൈമിട്ട് ബറു. അതേപോലെ ഇനിയും ചില ആൾമാർ പണ്ട് നാണ് നല്ല കഷ്ടത്തിൽ നിന്ന് നീനക്ക് ആ കഷ്ടത്തിന് സ്പന്ദനാക്കിയിട്ടില്ല, നിന്റെ ബാധ്യത ആയിട്ട് അല്ലേ. സക്കാത്ത് മാത്രമല്ലല്ലേ മനുഷ്യന്മാരെ കഷ്ട തീർക്കുള്ളത്. ആഹാരമില്ലാതെങ്കിൽ ആഹാരം കൊടുക്കണു, അത് നീ തന്നിട്ടില്ല. അതുപോലെ ഇന്നൊരുത്തവൻ ചൊല്ല നക്ക് വേറെ ആക്രമിച്ചുകൊണ്ടിരുന്നാറ്, നക്ക് അടിച്ചോണ്ടോ നന്റെ ദൂരിയോണ്ടിരുന്നാറ്, ഒക്കുന്ത കോതീരൻ നിക്ക് അതിന് തടുക്കോ ആയോണ്ടിന്ത് നീ മുണ്ടാണ്ട് തെച്ച, അവൻക്ക് സപ്പോർട്ടായിട്ട് അന്യായത്തിന് സപ്പോർട്ടായിട്ട് അവൻതൊട്ട് നീ കൂടിയ ഒമാറാ ഐത്തനി നന്റെ നീ ക്യാറാക്കിയിട്ടില്ല. എല്ലാം ബഹുമാനപ്പെട്ട ഗസാലി ഇമാം ചൊല്ലും. ഇങ്ങനെ നിറഞ്ഞിട്ട് ആൾമാർ നിന്റെ കൊണ്ട് ആയ ഉപദ്രവങ്ങൾ നീ ആക്കണായ പരസ്പരങ്ങൾ ആക്കാത്തത് കൊണ്ട് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിന് നിന്റെ ഒരു പിടിപിടിക്കോ. ആ ടൈമിലോ ഈ നിലക്ക് എനിക്ക് പ്രതിവാദികൾ ചൊമ്മ ആൾമാർ വന്നിട്ട് നിന്റെ തളർത്തി വിട്ടാറ്. നീ തെല്ല സ്വർഗത്തിക്ക് പോവേച്ചെന്ന് ബിഹാരത്തിൽ നീ നിൽക്കുക, പക്ഷേ നീ തളർന്നു പോണ്ട, നീ അമ്പരന്ന് പോണ്ട. ആൾമാർ ചൊമ്മുള്ളാർ നിന്റെ ജീവിതത്തിലാക്കിയെങ്കിലത്തെ ഒരു നന്മകളും കണ്ടുകൊണ്ടില്ല. എല്ലാം ഇതുക്കേ സമാനം അവിടെ പോലെ കാണ്ടായിരിക്കട്, എല്ലാം ഇതുക്ക് സമാനമായിട്ട് അവിടെ പോലെ ആൾമാർ വന്നിട്ട് അങ്ങനെ നിക്ക് നേരിടകൂ, അങ്ങനെ നിക്ക് മണിസുഖ സാധ്യതയുണ്ടില്ല. നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് നീന് എന്തെങ്കിലും അള്ളാഹുനക്ക് ഒരു പരിഹാര തറുവാ ചെന്നിട്ടോ റബ്ബുടെ ആ ഒരു നിരീക്ഷ റബ്ബണക്ക് ഇതിക്ക് എന്തെങ്കിലും ഈ ആൾമാരെ ഈ നിലക്കുള്ള വാദങ്ങളിൽ നിന്നിട്ട് പുറത്തു പറകണക്ക് എന്തെങ്കിലും പരിഹാരിക്കുവാൻ ചെന്നിട്ട് നീ ആശിച്ചുകൊണ്ടിരിക്കുമ്പാണ് അള്ളാഹുടെ ഭാഗത്തിലൊരു വിളിപണ്ട്, അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം. ഇന്നത്തെ നാൾ ഓരോരോ മനുഷ്യന്മാർ എന്താക്കിടാറാ അതുക്ക് തക്കതായ ഫലങ്ങൾ കിട്ടുകൊണ്ടോ ശിക്ഷകൾ കിട്ടുകൊണ്ടോ ഇന്റെ അക്രമമില്ല, അത് ഉള്ളതുപോലെ നടക്കടേ. ഈ ഒരു പ്രതീക്ഷയോട് കൂടെ അള്ളാഹുടെ എന്ത് തീരുമാനം വരുവാണ് കാത്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ട് തീരുമാനം ഇതായിരിക്കട്. എന്തുമാക്കാവില്ല. നിന്റെ കൽബ് പേടിച്ച് ബെറക്കട്. നിന്റെ തടിക്ക് നീ ഹലാക്ക് വേണ്ടി ദുആക്ക് ചെന്നോണ്ടില്ല, നീ ഹലാക്കായി പോണ്ടോ തട്ടിട്ട് ചെന്നോണ്ടുള്ള. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. നീ ഒരിക്കലും അള്ളാഹു അശ്രദ്ധരുണ്ട് വിചാരിക്കണ്ട, അല്ല കണ്ടോണ്ടില്ലാണ് വിചാരിക്കണ്ട. നിങ്ങൾക്ക് അള്ളാഹു ദുനിയാവിൽ ചിലപ്പോൾ ശിക്ഷ തരല, അതുകൊണ്ട് റബ്ബ് നിങ്ങളെ മറന്നര്, റബ്ബ് നിങ്ങളെ കൈവിട്ടു, നിങ്ങൾ എന്തോ ആക്കില്ലാണ് വിചാരിക്കണ്ട. ഇന്നമാ യുഅഖിറുഹും, ദുനിയാവിൽ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ സീക്കാ കഷ്ടമാ തരാണ്ട് വിട്ടുവിട്ടത് അത് ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ലോകത്തെ കോടി ജനങ്ങൾ നേരെ നോക്കണമെങ്കിൽ 4 വര കൊണ്ടു അണ്ടത്തെ 4 വേണ്ടി അള്ളാഹു നിങ്ങളെ വിട്ടും പരിശുദ്ധ ഖുർആൻ ചെന്ന ഈ ആയത്താണ് അണ്ട് ഓതി കേൾപ്പിക്കപ്പെട്ടേണ്ടായിട്ട് ചൊല്ല്. എന്ത് ബേജാറ്, മനുഷ്യരെ ടെൻഷൻ എന്തിനായിട്ടിക്കട്. അള്ളാഹുടെ അധികാരം കറക്റ്റ് നടന്നുകൊണ്ടുള്ളെങ്കിൽ താ ജാഗല് എന്തിനായിരിക്കും മനുഷ്യരവസ്ഥ ഈ നിലക്ക്. ഒരു ഉദുറും ഇല്ല, ഇതൊക്കൊരു കാരണവുമില്ല. ആ ടൈമിലോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ല്, ഹൽ തദ്റൂന മനിൽ മുഫ്ലിസ്. മുഫ്ലിസ് നിങ്ങൾക്ക് അറിവുന്നുണ്ടാ? അപ്പോൾ മുഫ്ലിസ് നിങ്ങൾക്ക് സ്വഹാബികളുടെ ഇടയിൽ അറിയപ്പെട്ട അറബി ഭാഷ പ്രകാരം നബിയെ മല്ല ദിർഹമലഹു വല മത്താ. ഒരു മനുഷ്യരട്ടിക്ക് പൈസ ഇല്ല, ഒരു മനുഷ്യരട്ടിക്ക് സ്വത്തില്ല, അവൻ പാപ്പറായി പോയാ, എന്തും ഇല്ലാണ്ടായി പോയാ, അതുകൊണ്ടാണ് മുഫ്ലിസ് എന്ന് ചൊല്ല്. അപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു, ഖിയാമത്ത് നാളിൽ പാപ്പറായവനോ കയ്യിലെന്തുമില്ലാണ്ട് അളക്ക തീനവനോ ആറ്
അതൊരു മനുഷ്യമുള്ള അവണ്ടിട്ട ചൊമ്മ നിസ്കാറുണ്ട്. മീസാനിൽ തൂക്കുമ്പോൾ കിതാബുകൾ എടുത്ത് നോക്കുമ്പോൾ ഓണ് ജീവിതത്തിൽ ചൊമ്മ നിസ്കരിക്കാത്തവനല്ല. വസുയാം ചൊമ്മ നോമ്പ് പിടിച്ചിരാ. വസക്കാത്തിന് സക്കാത്തുണ്ടോ എല്ലാം എന്നിട്ട് സ്വർഗത്തുക വേണ്ട നല്ല ആശയോടുകൂടെ വലിയ നിരീക്ഷയോടുകൂടെ കാത്തുകൊണ്ടിരിക്കുമ്പോ ഓരോരോ മനുഷ്യന്മാരെ വന്ന് ചൊല്ലേ ശതമഹാദ ഓൺ നന്റെ പറഞ്ഞിരാ, നന്റെ വെഞ്ചല് ചെന്നുറാ, ഓൺ ഇങ്ങനത്തെ സ്വത്ത് തിൻറാ, ഓൺ ഇങ്ങനെ അടിച്ചിരാ, ഇങ്ങനെ ഓണ് കൊലയാക്കിരാ, ഓൺ ഇങ്ങനെ ചോര ചീന്തിരാ, ഈ നിലക്ക് ഉപദ്രവങ്ങളാക്കിരാ. ഇങ്ങനെ ഓരോരോ മനുഷ്യന്മാരും വന്നിട്ട് ഓരോരോ തപ്പുകൾ എണ്ണിട്ട്, മനുഷ്യന്മാർ അക്രമത്തെ തപ്പുകൾ എണ്ണിട്ട് ചൊല്ലും. ചൊല്ലുന്നല്ലേ 3 അക്രമങ്ങളാണ്. ഫസ്റ്റ് കേൾക്കുന്ന 3 അക്രമം. 3 നിലക്ക് അക്രമിക്കപ്പെട്ടങ്ങം വന്നിട്ടാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ന്യായത്തെ ഭാഗമായിട്ട് എന്താക്കട് യുതാഹാദാമിൻ ഹസനാതിഹി, ഈ മനുഷ്യരുടെ നിസ്കാരങ്ങളും നോമ്പുകളും സകാത്തുകളും എടുത്തിട്ട് ആ അക്രമത്തിന് വിധേയമായ മർദ്ദിത ആൽമാർക്ക് അല്ലാഹു കൊടുക്കൂ. ഓർത്തോർത്തും കൊടുക്കൂ. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എന്തിരില്ല, ഇനി ആൾമാർ തീരില്ല, ആൾമാർ ബാക്കി. ഹസനാത്തെല്ലാം തീർന്നിട്ടേറ്റുകൊണ്ട് നന്മകൾ നിസ്കാരം എല്ലാം കൊടുത്തു തീർന്നിട്ടേറ്റ് ഇനും അവിടെ അവകാശി ആൾമാർ എതിർവാദികൾ ചൊന്ന ആൾമാർ ബാക്കിയുള്ള നണ്ടും അടിച്ചിരാ, നക്ക ഉപ്പതരാക്കിരാ, നണ്ടും പറഞ്ഞിരാ, നണ്ടും ദീപത്ത് ചൊന്നരാ, ഫസാദാക്കിരാ, ആൾമാർ തീരില്ല. ആ ടൈമിൽ പിന്നെന്താക്കടെ അള്ളാഹു ന്യായം കൊടുക്കണല്ലേ. ആ ആൾമാരെ ദോഷെടുത്തിട്ട് ഓൺ കെടുത്തിടൂ. എന്നിട്ട് ഓണിന്റെ നരകത്ത് വിളിച്ചെറിയുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഈ മനുഷ്യായിടിക്കട് മുഫ്ലിസ് അണ്ടെത്തനാൽ എന്തില്ല കൈക്കാൽ കെട്ടിയവന്റെ പോലെ ഒരു സ്വത്തും ഇല്ലാത്തവന്റെ പോലെ ആയി പോണ്ട. എവിടത്തോളൊരു ആട് ചണ്ട് ഗലാട്ടാക്കിക്കൊണ്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ വന്നോളൂ. അപ്പം ആട് നബി തങ്ങൾ ചൊല്ലു, ഇത് ആട് ഗലാട്ടാക്കിടക്കൊന്നുമില്ല. പക്ഷേ ഈ 2 ആട് ഖിയാമന്നാൾ അള്ളാഹു തആല വിളിച്ചിട്ട് ബേനായ ന്യായ കൊടുത്തിട്ട് പിന്നെ അതിന് മരിപാട്ട് കൊണ്ടു. അതിലും അള്ളാഹു തആല ആടെ വരേക്കും വിടില്ല. അള്ളാഹുടെ ന്യായ അങ്ങനെ ആയിരിക്കട്. അതുകൊണ്ടോ ഈ ഒരു സംഭവങ്ങൾ ഞങ്ങൾ എപ്പോഴും തലൽ വെച്ചിട്ട് ഞങ്ങളെ നന്മകൾ ഇനോടത്ത് കൊടുക്കണമെങ്കിൽ ഒരു സാഹചര്യ പണ്ഡിതരെ സംബന്ധിച്ചിട്ട് വളരെ വളരെ ഞങ്ങൾ ജാഗ്രതാക്കണം. മിനിങ്ങളെ ഞങ്ങൾ ആക്കിയെങ്കിൽ പർവ്വത തുല്യമായ അമലുകളാണ്, പർവ്വത തുല്യമായ അമലുകളാണ് ആക്കിയ പർവ്വതത്ത് കണക്കായിട്ട്. പക്ഷേ ലാസ്റ്റ് നോക്കുമ്പോൾ എന്തുമില്ല, എല്ലാം തീർന്നു പോകണമെങ്കിൽ ഇതൊരു സാഹചര്യങ്ങളാണ്. അണ്ടത്തെ നാൾ നഗ്നരായിട്ട് എന്തും കേൾക്കാത്തങ്ങളെ പോലെ മനുഷ്യന്മാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല വിളിക്കിടവള അനൽ മലിക്കു, നാണ് രാജാവാണ്, നാണ് ന്യായദണ്ഡ ആളായിട്ട് ഇലാഹായിട്ടിക്കട. ഒരു സ്വർഗത്തുക്ക് കൊണ്ട് ഒരാൾ സ്വർഗത്ത് കിടക്കുകയോ നരകത്ത് പോണ ഒരാൾ നരകത്ത് കിടക്കുക സാധ്യമില്ല. എവിടത്തോളോ അക്രമങ്ങൾ ഇതുപോലത്തെ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട 3 ഇടപാടുകൾ ബാക്കിയെങ്കിൽ ഇനി നിങ്ങൾ സ്വർഗത്തുക്കും നരകത്തുക്കും പോകണമായിട്ടില്ല. എത്രേ അമലിക്കട്ട് നിങ്ങൾക്ക് സ്വർഗത്തുക്ക് പോകണമാവില്ല. നരകത്താളും ചൊല്ലു നിക്ക് അത്ര വേഗം നരകത്തുക്ക് പോയിട്ടായിട്ടില്ല. നിക്ക് സ്വർഗത്തുക്ക് പോകേണ്ട ആളിലെ കുറെ അമൽ കിട്ടിയിട്ട് അതൊക്കെ പരിഹാരമായിട്ട് നീ പോണ്ടേ. അത് തീരാണ്ട് നീ കബറി പന്തകാവില്ല ചെന്നിട്ടോ പരിശുദ്ധമായ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ഇത് വ്യാഖ്യാനിച്ചു ചൊല്ലു. ഇതുമായി ബന്ധപ്പെട്ട ഇനിയും കുറേ വിഷയങ്ങളുണ്ട്, ചോദ്യോത്തരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ അതിൽ രക്ഷപ്പെടണോ, ഇങ്ങനത്തെ ഇതിൽ നിന്ന് രക്ഷപ്പെടണോ. ഇതെല്ലാം ആയാൽ പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കും ഇതെല്ലാം ആയാൽ പിന്നെ അല്ലാഹു തആല ആക്കി വയ്ക്കടെ ആഖിറത്തെ ഇനൊരു വിഷയമായിരിക്കടെ സിറാത്തു പാല ചൊല്ലെ വിഷയം. ഓരോന്നിലും എത്രയോ ഭാഗങ്ങൾ വിട്ടിട്ടായിട്ട് സിറാത്ത് പാലക നിങ്ങൾ എത്തിയത്. ആഖിറാച്ചെങ്കിൽ ഇത്ര ചെറിയതുമല്ല, ഇത്രയും ചെറിയ വർണ്ണനയല്ല. അത് എത്രയോ 4 ഘട്ടലെ വിശദീകരിച്ച മയ്യാവില്ല. അത്രയും ഇമാമിക കിതാബുകൾ എഴുതി വെച്ചിരാറ്. ചൊല്ലുകേ ചമ്മയുണ്ടോ, എല്ലാം ഷോർട്ടാക്കിക്കൊണ്ടുള്ളേ ഞങ്ങൾക്കൊന്ന് തീരണമല്ലേ ചെന്നിട്ടു. അങ്ങനെ സിറാത്ത് പാലക പോയിട്ട് എത്ര ആ സിറാത്ത് പാലക എത്തുമ്പോൾ പിന്നുള്ള സംഭവങ്ങളാണ് ആലോചനാക്കുന്നതായത്. പരിശുദ്ധ ഖുർആൻ ചൊല്ലുക യൗമ നഹ്ശുറുൽ മുത്തഖീന ഇല റഹ്മാനി വഫ്ദ. മുത്തഖീങ്ങളായ ആൾമാർ, നല്ല ആൾമാർ അള്ളാഹുടെ ഭാഗത്ത് വാഹനത്തിൽ പണ്ടാർ. അങ്ങ് ആഖിറത്ത് വാഹനത്തിൽ പണ്ടേ പിന്നെ അങ്ങ് അള്ളാഹു ഗാഡി കൊടുക്കും. പക്ഷേ നസൂഖുൽ മുജ്രിമീൻ തപ്പാക്കിയ ആൾമാരെ മാത്രം നിങ്ങൾ വലിച്ചെടുത്ത് വന്നിട്ട്
ജഹന്നമോ ചൊല്ല നരകത്തുക്ക് ദാഹിച്ചോണ്ട് വന്നപ്പോൾഡാറ് ഫഹുദൂഹും ഇലാ സിറാത്തിൽ ജഹീം നരകത്തെ ആ സിറാത്ത് അങ്ങനെ നീ എത്തുമാട്ടോറോ വഖിഫൂഹും നിപ്പാട്ടിട്ട് അങ്ങനട്ട് എല്ലാ കേക്ക് കൊണ്ടു ചൊല്ലോറു. അപ്പോൾ അണ്ടത്തെ നാൾ സിറാത്ത് ചൊല്ലിട്ട് പാലയുടെ മുട്ട പാലാശെങ്കിൽ സേത്തുവെ സിറാത്ത് ചൊല്ലിട്ട് സേത്തുവയുടെ മുട്ട അവൻ്റെ ബിൽച്ചവണ്ട് സിറാത്ത് ചൊല്ലിട്ട് സേത്തുവയുടെ ഇതെന്ത് പ്രത്യേകത എന്തിരെ ചൊമ്മുണ്ട് ചൊല്ലും സുറാപത്തിലർത്ഥാക്കി തന്നെ ഉണ്ടായെങ്കിൽ നരകിക്കിട് അടിയിൽ നരകിക്കിട് തീ കത്തി ആലിക്കത്തി കൊണ്ടിക്കിട് നരക അങ്ങനത്തെ ആലിക്കത്തിരങ്കത്തെ അടിയിൽ കത്തിരങ്കത്തെ നരക ഇതങ്ങ് പഠിക്കണോ ഞങ്ങൾ ഇതിനടുത്തൊക്കെ തപ്പാക്കുമ്പോൾ ഇതെല്ലാം ചൊന്നിട്ടോണ്ട് നല്ലാക്കും നാളെ കൊണ്ട് സാധ്യമാവണം. ഞങ്ങളൊരു ദാഴിയാവണം, ഇതിനടുത്ത് നല്ലാക്കിടാളാവണം. ഇതെല്ലാം പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് സുലാഭത്തിൽ നല്ലാക്കാവണം. ഏതെങ്കിലും ഒരു ഭാഗം ഞങ്ങൾ ചൊന്നിട്ടൊരു മനുഷ്യർ തപ്പില്ലെന്ന് പുറത്തിറക്കുകയുള്ളൂ. നരകം ആലിക്കത്തി കൊണ്ടിക്കിടടിയിൽ ആ ആലിക്കത്തിര നരകത്തെ മേല് സേത്തുവെ പോലെ അള്ളാഹു താല നിർമ്മാണാക്കട്. കോൺക്രീറ്റിലെ സേത്തുവമാ അല്ലെങ്കിൽ ഗ്ലാസിലെ സേത്തുവമാ അല്ലെങ്കിൽ മരത്തെ സേത്തുവമാ ഒന്നും അല്ല. പിന്നേത് സേത്തുവെ ഏത് ബ്രിഡ്ജ് അള്ളാഹു താല ഉണ്ടാക്കടേ വളരെ വളരെ മൂർച്ചയുള്ള ബ്രിഡ്ജായിരിക്കട്. കത്തിരെ കാട്ടി മൂർച്ച ഉള്ള ബ്രിഡ്ജാണ്. അതുപോലെ സപ്പുറ നോക്കിയെങ്കിൽ മുടിയുടെ കാട്ടി സപ്പുറ ഉള്ളെങ്കത്തെ ബ്രിഡ്ജായിരിക്കട് സേത്തുവായിരിക്കട്. അപ്പോ ആ സേത്തുവയിൽ നിന്ന് രക്ഷിക്കണ ദുനിയാവുൽ ഫാത്തിഹ സൂറത്തുൽ ചൊന്നൊരു സിറാത്തുണ്ട്. ആ സിറാത്ത് വിട്ടുകിടന്നവൻക്ക് ആഖിറത്തെ സിറാത്ത് വിട്ടുകിടക്കവിടെ. അതേത് സിറാത്തുൽ മുസ്തഖീം നേരായ തെരു നല്ല തെരു അമ്പിയാക്കള് സ്വഹാബത്ത് പാരമ്പര്യമായ ആലിമീങ്ങൾ കാട്ടി തന്നെങ്കിൽ ആ തെരു അതിൽ സഞ്ചരിച്ചവർക്ക് മാത്രമേ ആഖിറത്തെ സിറാത്തിൽ നിന്ന് രക്ഷപ്പെടുക. അവിടെ ഇല്ല ആ ദുനിയാവിലോ ഈ നല്ല തെരു വിട്ടിട്ടോ ബെടക്ക് തെരുൾ ജീവിച്ചവണോ ആഖിറത്തെ സ്വർഗത്തുള്ള തെരുളും കീഴ് പോൾഡ. അതാണ് ഇമാം ഹബീബന റസൂലുള്ളാഹി തങ്ങൾ വെടിമാട്ട് ആ യമുറുന്നാസ് നബി തങ്ങൾ ചൊല്ലു മനുഷ്യന്മാർ വിട്ടുകിടക്കിടാറ് അല്ല ജസ്രി ജഹന്നം ജഹന്നമുടെ മേലുള്ളെങ്കത്തെ ഈ പാല ഈ സേത്തുവയുടെ മേല് ഈ എന്ത് ബ്രിഡ്ജിന്റെ മേല് മനുഷ്യന്മാർ നടക്കുവാറ്. നടക്കുമ്പോൾ ആ ചുറ്റുഭാഗത്തിൽ എന്തുണ്ട് ആ ചുറ്റുഭാഗത്തിൽ മാത്രമല്ല ആ സേത്തുവ അത്രയും സപ്പുറമുള്ള സേത്തുവല് അള്ളാഹു ഉണ്ടാക്കി വെക്കപ്പെട്ട വസ്തുക്കളാണ് ഹസ്ക്. ഹസ്ക് ചെന്നെങ്കിൽ സായദാനു ചൊല്ല പേര് അറിയപ്പെട്ട മുള്ളു നിറഞ്ഞെങ്കത്തെ ഒരു അറിയപ്പെട്ട തൈയായിട്ടിരിക്കണം. മുള്ളു നിറഞ്ഞിട്ടുണ്ടതിൽ. പിന്നെ കലാലീബ് കലാലീബ് ചെന്നെങ്കിൽ ഇരുമ്പുടെ കൊക്കയുണ്ട്. ഇരുമ്പുടെ കൊക്ക അതിലുണ്ട്. പിന്നെ ഖത്താത്തീഫ് ചെന്നുണ്ടെങ്കിൽ എന്തായിരിക്കട് പ്രത്യേകമായി മനുഷ്യരെ കൊത്തുരംഗത്തെ ഒരു പക്ഷി കറുത്ത കളറുള്ള ഒരു പക്ഷി അല്ലെങ്കിൽ മീൻ കൊത്തിയ പോലത്തെ ഇതുപോലത്തെ മരക്കൊട്ടിക്ക പോലത്തെ ഒരു പക്ഷി മൂന്നും ഓടിക്കിട്. എന്നിട്ട് ബെടക്ക് മനുഷ്യ ആ സിറാത്ത് മാലൽ കൊസിയിൽ നടന്നു പോകുമ്പോൾ ഈ മൂന്ന് വസ്തുക്കളും കൊണ്ട് വലത്തെ ഭാഗത്തും ഇടത്ത ഭാഗത്തും വലിച്ച് കീഴിട്ടുണ്ടായിരിക്കും. കൊണ്ട് വലിച്ചിട്ട് കീഴിട്ടിട്ട് ജഹന്നമു ചൊല്ല നരകത്തിൽ കിട്ടുണ്ടായിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുകൊണ്ട് ഒരു കൂട്ടം മലായികത്തിൽ അള്ളാഹു തആല നിർമ്മിക്കുന്നുണ്ടായിരിക്കട്ടെ. അങ്ങനെന്താക്കട അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അള്ളാഹുവെ നീ ഒന്ന് രക്ഷപ്പെടുത്ത് ഈ മനുഷ്യർ നീ രക്ഷപ്പെടുത്തിട്ട് അള്ളാഹുവിന്റെ ദുആർന്നുകൊണ്ടിരിക്കുവാറ്. ആ ടൈമിലോ ഇത്രയും സപ്പൂർണ്ണ കാശൊന്നല്ലേ ആഖിറത്തെ ഏത് ഭയാനക ഘട്ടങ്ങളാവട്ടെ അവിടെ എന്ത് പേടിജനകമായെങ്കും ദുനിയാവുൽ ആൺമോന്റെ പോലെ ജീവിച്ചോ എന്ത് വിഷയത്തില് പരലോകത്തെ നേരിട്ട വിഷയത്തില് ഇബാദത്തില് നിസ്കാരത്തില് അള്ളാഹുടെ പേടിയില് അള്ളാഹുടെ ആഖിറത്തെ ഓർത്തിട്ട് ജീവിച്ച മനുഷ്യണ്ടല്ലേ ഓൺ ഏത് സാഹചര്യത്തിലും പേടിക്കുകയില്ല. അല്ലാത്തവൻകാണ് പേടി അപ്പാക്കി കൊടുക്കും. അപ്പോ ആൾമാർ നല്ല ആൾമാർക്ക് അല്ലാഹു തആല അങ്ങനെ അമലനുസരിച്ചിട്ട് സിറാത്ത് വാല വിട്ട് കിടക്കും. അവിടെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലു കൽ ബർക്ക് മിന്ന് പോലെ വിട്ട് കിടക്കണമല്ലാറ്. ഇത്രയും ദൂരമുള്ള സിറാത്ത് പാല അത് എത്ര ദൂരാണ്ടില്ല. അതിനെ സംബന്ധിച്ചിട്ടും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എത്രയോ 5000 10 കൊണ്ടോ 5000 ഇലിയ കൊണ്ടോ ചൊമ്മ അഭിഷേകത്തിൽ കിതാബുകളിൽ ചൊല്ലാറ്. അത്രയും ദൂരമില്ലെങ്കിൽ സിറാത്ത് പാലയുടെ വിട്ട് കിടക്കോ മിന്ന് പോലെ വിട്ട് കിടക്കണം കൊള്ളാറ്. ആഖിറത്തില് മിന്ന് പോലെ സിറാത്ത് പാല വിട്ട് കിടക്കണം കൊള്ളാറ്. അതേപോലെ ചില ആൾമാർ മേഘം പോലെ തെല്ല് സ്ലോ അമലനുസരിച്ചിട്ട് ദുനിയാവിടെ സൽക്കർമ്മങ്ങൾ അനുസരിച്ചിട്ട് മേഘത്തെ പോലെ മോടത്തെ പോലെ തെല്ല് സമാധാനത്തെ കൊണ്ടാറ്.
ചില ആൾമാർ എന്തായിരിക്കാറ് ഏത് ഈ നക്ഷത്രങ്ങൾ ബൂൾഡേ പോലെ അങ്ങനെ പോണ്ടാറ് തെല്ലേട്ടോ അവിടെ. ചില ആൾമാർ അതിൽ പിന്നത്തെ ആൾമാർ 4ാമത്തെ സ്ഥാന എന്തായിരിക്കട് കുതിരയുടെ ഓട്ടം പോലെ ഇതിൽ സ്പീഡിക്കട് മുന്നത്തെ സ്പീഡല്ല, കുതിരയുടെ ഓട്ടം പോലെയാണ്. പിന്നെ ചില ആൾമാർ നടന്നുകൊണ്ട് മനുഷ്യന്മാരെ സാധാ നടത്തം പോലെ നടക്കണം. അതെല്ലാം അമലനുസരിച്ചിട്ട് അള്ളാഹു കൊടുക്കുന്ന കഷ്ടമാണ്. പിന്നെ ചില ആൾമാർ പിന്നെയും ദോഷതല്ല യാറാക്കിയ ആൾമാർ അങ്ങനെ കാലിൻ്റെ ഇബ്ഹാമ് ചൊല്ലിട്ട് ആ വലിയ ബെരലുണ്ടല്ലോ അതിരെ മേൽ നടന്നുകൊണ്ട് പോണ്ട്. ചില ആൾമാർ മുഖത്ത് മേൽ നടന്നുകൊണ്ട് പോണ്ട്. ചില ആൾമാർ കൈയുടെ മേൽ നടന്നു പോണ്ട്. ചില ആൾമാരെ കൈ അവിടെ പത്തി പിടിക്കട്, ചില ആൾമാരെ കാല് പത്തി പിടിക്കട്, എടുക്കുക വേണ്ടിക്കട്. ഇങ്ങനെ കഷ്ടപ്പെട്ട് സിറാത്ത് പാലടെ എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാറ്. ചില ദോഷം അനുസരിച്ചിട്ട് അള്ളാഹു നമുക്ക് ഈ നിലക്കൊരു ശിക്ഷ കൊടുത്തിട്ടു എങ്ങനെ പുറത്ത് പണ്ടാറ് മനുഷ്യന്മാർ അമലനുസരിച്ചിട്ട്. പിന്നെ അൽഹംദുലില്ലാ ചെന്നിട്ടു ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു നിയമത്ത് അല്ലാഹു തആല തന്നല്ലേ ചെന്നിട്ടു. കാരണം അടിയിൽ നരകം കണ്ടാറ് അതിൽ നിന്ന് സലാമത്താക്കി തല്ലേ ചെന്നിട്ട് അള്ളാഹു സ്തുതിക്കുവാറ്. അതല്ലാത്ത അങ്ങനെ സ്വർഗത്ത് പോയിട്ട് കുളിച്ചിട്ട് ഇനി സുഖങ്ങൾ കാണുന്ന കൊണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല സിറാത്തുമാരുടെ സംബന്ധിച്ച് ചൊല്ലേ സിറാത്ത് പാലല് അണ്ടത്തെ നാൾ ബൂൾഡകമേ യാറിക്കടേ രക്ഷപ്പെട്ടങ്ങളെ കാണിട്ട് യാറാ ബൂൾഡങ്ങ. കാരണം ദുനിയാവില് ആൾമാർ തപ്പാക്കിയ യാറല്ലേ അതനുസരിച്ചിട്ട് സിറാത്ത് പാലയുടെ ജഹന്നമോ ചൊല്ലെ നരകത്തുക്ക് ബൂൾഡകമേ യാറാ ചെന്നിട്ടാണ് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടത്തിലും ആ സിറാത്ത് പാലയുടെ നേരിട്ടിട്ട് അതിന് ഈ ഒരു ഭയാനക സന്നിവേശത്തിൽ മിന്നുപോലെ വിട്ടുകിടക്കുക അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ മനുഷ്യന്മാരെ സർവ്വ ഹക്കടപാടിൽ നിന്ന് മുക്തമായിട്ട് ആ ഒരു പരീക്ഷണയിലും ആ ഒരു വിചാരണയിലും പൂർണ്ണമായിട്ട് വിജയിക്കണങ്ങൾ അല്ലാഹു തആല ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ഈ രണ്ട് വിജയത്തിന് എന്ത് തടസ്സങ്ങളായിട്ട് എന്നെങ്കും അള്ളാഹു മാഫാക്കിയിട്ട് അതുപോലെ മനുഷ്യന്മാരുടെ ഭാഗത്തിൽ മാഫ് വന്നിട്ടും സലാമത്താക്കി തരുമാറാകട്ടെ. ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങൾ ആസ്വദിയാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കടങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു സലാമത്താക്കി തരുമാറാകട്ടെ. റമദാൻ കൈപിടിച്ച് സ്വർഗത്തുക്ക് പോട്ടെ നിങ്ങളാക്കട്ടെ.